സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഐ വിൽ ബി ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഹൗ ദേവദാസി സിസ്റ്റം ഇന്നത്തെ കാലത്ത് പ്രോസ്റ്റിറ്റ്യൂഷനായി. സോ ദേവദാസി സിസ്റ്റം ആസ് ദ നെയിം സിഗ്നിഫൈസ്, ദേവ എന്ന് വെച്ചാൽ ദൈവം, ദാസി എന്ന് വെച്ചാൽ സെർവൻറ്റ്. അപ്പോൾ ദേവദാസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെർവൻറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അനുസരിച്ച് മെനി ഗേൾസ് വർ ഡെഡിക്കേറ്റഡ് ടു ടെമ്പിൾ ഡീറ്റി. അപ്പോൾ ബേസിക്കലി അവർ ടെമ്പിൾസിലേക്ക് അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു, പ്രൈമർലി ബിക്കോസ് ടു വേർഷിപ്പ് ദ ഡീറ്റി. അപ്പോൾ അതൊരു നല്ലൊരു ഫോം ഓഫ് പ്രാക്ടീസ് ആയിട്ടാണ് തുടങ്ങിയത്. പ്രൈമർലി ബിക്കോസ് ഒരു വേർഷിപ്പ് എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് ഡാൻസ്. അപ്പോൾ യു ആർ ബേസിക്കലി വേർഷിപ്പിംഗ് ദ ലോഡ് ത്രൂ ഡാൻസ്. അപ്പോൾ ഈ ഒരു പേർപ്പസ് നല്ലൊരു പേർപ്പസ് ആയിരുന്നു ദേവദാസി സിസ്റ്റം. ഇപ്പോൾ ദേവദാസി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്കം എന്ന് വെച്ചാൽ ഭരതനാട്യം ആയിരുന്നു. അപ്പം വിമൻ ഹു ആർ ഡെഡിക്കേറ്റഡ് ടു ഡീറ്റി അല്ലെങ്കിൽ ഹു ആർ ഡെഡിക്കേറ്റഡ് ടു ഗോഡ്സ്, അവരെ യൂഷ്വലി നമ്മൾ ടെമ്പിൾ ഡാൻസേഴ്സ് എന്നായിരുന്നു പറയുന്നത്. അവർക്ക് ഡാൻസിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്കിൽ ഉള്ളൊരു ഗേൾസിനെ ആയിരുന്നു യൂഷ്വലി ദേ വർ ഡെഡിക്കേറ്റഡ് ടു ദി ടെമ്പിൾ ഡീറ്റി. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഔട്ട്കം ആയിരുന്നു, ലൈക്ക് ഐ സെഡ്, ഭരതനാട്യം. അപ്പം ഈ ഒരു ഫോം ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ തമിഴ്നാട്. പക്ഷെ അത് വലിയൊരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ളൊരു റിക്കഗ്നിഷൻ ത്രൂ ഔട്ട് കിട്ടിയിരുന്നു. അപ്പം വിമൻ ഹു വർ ഡെഡിക്കേറ്റഡ്, ദേവദാസി ആയിട്ടുള്ള ആൾക്കാർ ഒരു നോർമൽ വൈഫല്ല, അവർ ദേ വർ ദ വൈഫ് ഓഫ് ഗോഡ്സ് ആയിരുന്നു. അപ്പോൾ അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പൊസിഷനായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ടെമ്പിൾസ്, ഇപ്പോഴും ടെമ്പിൾസ് എന്ന് പറയുമ്പം നമുക്കൊരു ഇറ്റ്സ് എ ടൂൾസ് ഓഫ് റെവറൻസ് ആണ് സത്യം പറഞ്ഞാൽ. വി വേർഷിപ്പ് ഇറ്റ്. ടെമ്പിൾസിന് ഒരു റിവൈവൽ ഓഫ് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അന്നത്തെ കാലത്ത് പീപ്പിൾ യൂസ് ടു വേർഷിപ്പ് ദിസ് ടെമ്പിൾസ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പൈസ ഈ ടെമ്പിൾസിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് പൈസ ഈ ടെമ്പിൾസിന് കൊടുത്തപ്പം കുറച്ച് പൈസ അവർ ദേവദാസിക്ക് നല്ല രീതിയിൽ കൊടുക്കുമായിരുന്നു. ബിക്കോസ് ടെമ്പിൾസ് നല്ല രീതിയിൽ ഇറ്റ് വാസ് ലൈക്ക് എ ഹബ് ഓഫ് കൾച്ചറായിരുന്നു. അപ്പോൾ നമ്മളിപ്പം വിജയനഗര എംപയർ, നമ്മൾ ലൈക്ക് ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ വിജയനഗര എംപയറിലൊക്കെ നോക്കാൻ നിൽക്കുക, ഒരു ടെമ്പിളിനകത്ത് ഒരു ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഒരു വലിയൊരു ഫോം ഓഫ് റെവറൻസ് ആയിരുന്നു നമ്മൾ ഈ ദേവദാസി സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ടെമ്പിൾ ഡാൻസേഴ്സ് എന്ന് വെച്ചാൽ ദേ വർ ഹൈലി പെയ്ഡ്. ഓക്കെ. പിന്നെ അതിനുശേഷം കുറേ നാളിന് ശേഷം ഈ ഒരു ടെമ്പിൾ ഡാൻസേഴ്സിനെ വളരെ ആൾക്കാർ പുച്ഛമായിട്ട് നോക്കി, പ്രൈമർലി ബിക്കോസ് അവർ ടെമ്പിൾസിനെ പൊല്യൂട്ടഡ് ആക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് കിങ്സ്, വെൽതി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഡാൻസസ് ഒക്കെ കാണാൻ വരുന്നത് ടെമ്പിൾസിലേക്ക്. അപ്പോൾ ദേ യൂസ്ഡ് ടു എക്സ്പ്ലോയിറ്റ് ഓൾ ദീസ് വിമൻ. അപ്പം എക്സ്പ്ലോയിറ്റേഷൻ കാണും, പ്ലസ് ദേ വർ സെക്ഷുവൽ റിലേഷൻസ് ബിറ്റ്വീൻ കിങ്സ് ആൻഡ് ദേവദാസീസ്. അങ്ങനെ കുറേ നാൾ ശേഷം ഈ ഒരു ദേവദാസിയോട് ആൾക്കാർക്ക് വളരെ പുച്ഛമായിരുന്നു. ബിക്കോസ് യു ആർ ലിറ്ററലി പൊല്യൂട്ടിങ് ദ ടെമ്പിൾ ബൈ ഹാവിങ് സെക്സ് വിത്ത് കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പം അങ്ങനെ ആൾക്കാരിൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റായി. ബേസിക്കലി ദേ ഡിഡ്ന്റ് ട്രസ്റ്റ് ദ ടെമ്പിൾസ്. അതുകൊണ്ട് തന്നെ അവർ പൈസയൊന്നും അധികം കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാളിന് ശേഷം ഈ ദേവദാസീസിന് ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ദേ ബിക്കെയിം എക്സ്ട്രീംലി പുവർ, ഭയങ്കര വൾണറബിളായി. പക്ഷേ ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്തായിരുന്നു കുറേ നാൾ. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് വലിയ വലിയ റോയൽ ഫാമിലീസിൽ നിന്നും ഗേൾസ് വർ ഡെഡിക്കേറ്റഡ് ടു ടെമ്പിൾ ഡീറ്റി ബിക്കോസ് അത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പൊസിഷനായിരുന്നു. പക്ഷേ പിന്നീട് ആഫ്റ്റർ വിമൻ ബിക്കെയിം വൾണറബിൾ ഡ്യൂ ടു ഇങ്ങനെയുള്ളൊരു സെക്ഷൽ റിലേഷൻസ്, ഈ പുവർ ആയിട്ടുള്ളൊരു വിമൻ ആയിരുന്നു കൂടുതലും ടെമ്പിൾ ഡാൻസസ് ആയത് ഫോർ മണി. അപ്പോൾ ആ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനിൽ നിന്ന് വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു വുമൻ പോവേർട്ടി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ യൂസ് ടു ജസ്റ്റ് ഡാൻസ് ഫോർ ദ ഡീറ്റി. ഡാൻസ് ഫോർ ദ ഡീറ്റി അല്ല, ബേസിക്കലി ടെമ്പിൾ ഡാൻസേഴ്സ് എന്ന് അവരെ അറിയപ്പെട്ടു. ഇത് കുറേ നാളിന് ശേഷം ഈ ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വളരെ ചീപ്പാണ് സംഭവം. എന്തൊക്കെയായാലും ഇറ്റ്സ് വെരി ചീപ്പ്, ഇതൊരു കൾച്ചറിനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ് ഇവരൊക്കെ ബാൻ ചെയ്തതിന് ശേഷം ഈ ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു വുമൻ, ബിക്കോസ് അവർക്ക് ഈ പൈസ വേണമല്ലോ, വൾണറബിൾ ആയിട്ടുള്ള വിമൻ ദേ വെൻറ്റ് ടു ദ സ്ട്രീറ്റ്സ്
ടു സാറ്റിസ്ഫൈ ദ ഡിസയേഴ്സ് ഓഫ് ദി മെൻ. അങ്ങനെയാണ് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഫോമിലേക്ക് ഇത് എത്തുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു ലീഗൽ പ്രൊഫഷനാണ്. പക്ഷേ ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ഓർ ഫോർ ഇറ്റ്, ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എനിക്ക്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു കൺസേൺ ഫോർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ, ഞാൻ ഏതൊരു ആർട്ടിക്കിളിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈ നേപ്പാളിൽ കുറേ പേര് പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രൊഫഷൻ എടുക്കുന്ന ആൾക്കാർ ദേ കനോട്ട് സേ നോ. ഒരു പേഴ്സൺ എയ്ഡ്സ് ഉണ്ടായാലും അവർക്ക് നോ പറയാൻ പറ്റത്തില്ല, നോട്ട് ടു ഹാവ് സെക്ഷൽ റിലേഷൻസ് വിത്ത് ദാറ്റ് പേഴ്സൺ. അപ്പോൾ വളരെ വൾണറബിളാണ് പൊസിഷൻ ഓഫ് വിമൻ. സോ ഇങ്ങനൊരു പ്രൊഫഷനിൽ ഇങ്ങനെ കുറേ ഒരു വൾണറബിൾ ആയിട്ടുള്ള ക്രൈംസും നടക്കുന്നുണ്ട്. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നു. താങ്ക് യു സോ മച്ച്.